ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ കണ്ടൻറ്റ്. അപ്പോൾ എൻ്റെ ഒരു വ്യത്യസ്തമായ വ്ളോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു മഞ്ഞ വണ്ടി പോകുന്നുണ്ട്. അതല്ല നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ അധികം വീഡിയോ ഇപ്പോൾ കാണില്ല, ഞാൻ തിരിച്ച് വന്നിട്ട് എടുക്കാൻ. കാര്യം ഞാൻ ഒന്നാം ടെൻഷൻ അടിച്ച് പണ്ടാറിറങ്ങിയിരിക്കുക. മാപ്പൊക്കെ ഇട്ടാണ് നമ്മൾ പോകുന്ന, ഫയലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വന്നിട്ട് കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെയാണ് വന്നത്. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അതായത് നമ്മളെ കളമശ്ശേരിയിലൊക്കെ ചെല്ലുമ്പോൾ കാണത്തില്ല, കളമശ്ശേരിയിൽ അങ്ങനത്തെ ഒക്കെ ചെല്ലുമ്പോൾ കുറേ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടല്ലോ, അതുപോലത്തെ സ്ഥലമാണ്. ഇവിടെ വോൾവോ, XCMG അങ്ങനെ എല്ലാ കമ്പനികളും ഉണ്ട്. മറ്റേ ഹെവി ഇക്വിപ്മെൻറ്റ്സ് ഉണ്ട്, അല്ലാത്തതുണ്ട്. പിന്നെ മറ്റേ വുഡ് കമ്പനി ഉണ്ട്. അങ്ങനെ എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ഇത് നമ്മുടെ ഗാലയിലാണ്. അപ്പോൾ എൻ്റെ കൂടെ അളയനുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ഇൻ്റർവ്യൂവിന് പോയത്. സോ ഇത് ഇൻ്റർവ്യൂ അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജോലി എന്താണെന്ന് അവർ പറയാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. അതായത് ഇന്നതാണ് ജോലി, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നീ ഇപ്പോൾ വരാം. എന്നിട്ട് ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പോൾ അളിയൻ നമ്മുടെ കിച്ചുവിനെ വിളിച്ച് പറഞ്ഞു, അവനാണിത് സെറ്റാക്കി തന്നത്. അവൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്, അവൻ ഗാലയിലുണ്ട്. അവൻ നമ്മളിപ്പോൾ ഈ വന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അവൻ്റെ റൂം. പക്ഷേ അങ്ങോട്ട് പോയില്ല, നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് പിറന്നാൾ സദ്യ പരിപാടിയൊക്കെ ഉണ്ടായി, പായൊക്കെ ഉണ്ട്. കണ്ടത് ഇവിടെ മൊത്തം മാൻ്റെ ടിപ്പർ, ക്രെയിന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതുപോലത്തെ വോൾവോൻ്റെ അങ്ങനത്തെ എല്ലാ വണ്ടികളും ഉണ്ട്. അതുപോലത്തെ ക്രെയിന്, ഹെവി ഇക്വിപ്മെൻറ്റ്സാണ് മെയിനായിട്ടും കണ്ട. ഇവിടെയൊക്കെ ലോറി സെറ്റപ്പ്. അതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് അങ്ങനത്തെ വണ്ടികളൊക്കെ, ടിപ്പർ, ലോറി, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ അതുപോലത്തെ കടകൾ, പിന്നെ അതിൻ്റെ കുറേ കമ്പനികൾ, അങ്ങനെ കുറേ അതുപോലത്തെ ഒരു ഏരിയ തന്നെയാണിത്. കണ്ടതേ മൊത്തം ഇങ്ങനത്തെ ഏരിയയാണ്. ഈ സ്ഥലമാണ് ഗാല. പിന്നെ ഇവിടെ കണ്ടതേ മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് കണ്ട് ഇവിടുത്തെ ഹെവി ഇക്വിപ്മെൻറ്റ്സിൻ്റെ മെയിനാണ്. നമ്മുടെ ഹ്യുണ്ടായൊക്കെ അതിൻ്റെ ഇടയ്ക്ക് മൂട്ടിക്കിടപ്പുണ്ട്. നമ്മൾ ഹ്യുണ്ടായിലാണ് വർക്ക് ചെയ്തത്. കണ്ട് ഇവിടെ ഫുൾ അതിൻ്റെ ഇതാണ്. JCB, ഹ്യുണ്ടായി, കാറ്റ്, വോൾവോ എല്ലാത്തിൻ്റെയും എക്സ്കവേറ്ററാണ് കിടക്കണം. പിന്നെ അതുപോലെ തന്നെ അതേ ക്രെയിന്, ഫുള്ളത് തന്നെ ഹെവി ഇക്വിപ്മെൻറ്റ്സിൻ്റെ മെയിനാണിത്. കണ്ട ട്രക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. പിന്നെ ഇതുപോലെ മറ്റേ ബ്രോന്തപ്രദേശം പോലെ കിടക്കുന്നു. എനിക്ക് ഇങ്ങോട്ട് കയറിയപ്പോഴേ മറ്റേ ആടുജീവിതത്തിനകത്തൊക്കെ കാണിക്കുന്ന കുറച്ച് ലൊക്കേഷൻ പോലെയൊക്കെ തോന്നണത് കേട്ടോ. ഈ ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെ മൊത്തം ഫോർക്ക് ലിഫ്റ്റ് അങ്ങനത്തെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം എടുക്കാൻ എന്താണെന്ന് വെച്ച് ഇങ്ങോട്ട് വന്ന് ഇൻ്റർവ്യൂ ആയതുകൊണ്ടും ഇനി ഇൻ്റർവ്യൂവിന് ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ടും ആണ് നമ്മളതേ ഇവിടെ ഒരു കട വന്നത്. ഇതൊരു മലയാളി കടയാണ്. അളിയനെ എന്തോ പരിചയമുള്ള കൂട്ടുകാരൻ്റെയാണ്. അപ്പോൾ പുള്ളി ഇവിടെ ആദ്യം ജോലിക്ക് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഒരു കടയും വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. ആളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കാറിരിക്കുക, വെയിൽ കാരണം. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വരാം. കാരണം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന കാരണം ഞാൻ എടുക്കാൻ. ഞാൻ കണ്ട ഇതെന്തൊരു താജ്മഹലോ, നല്ല രസമില്ല ഇത് കാണാൻ. താജ്മഹൽ പോലത്തെ എന്തോ ഒരു സെറ്റപ്പ്. പക്ഷേ എന്തോ ഗവൺമെൻറ്റോ മിനിസ്ട്രി അങ്ങനത്തെ എന്തോ, അതായത് അങ്ങനത്തെ എന്തോ സെറ്റപ്പാണ് ഇത് കണ്ട. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എന്തോ താജ്മഹൽ പോലെയൊക്കെ ഇരിക്കും. എനിക്കിതൊക്കെ കാണുമ്പോൾ മറ്റേ ഡൽഹിയിലൊക്കെ പോകുന്ന പോലെയുണ്ട്. ഡൽഹിയിൽ നമ്മൾ പോയിട്ടില്ല, പക്ഷേ ഈ വീഡിയോയിലും അങ്ങനെ കണ്ട പോലെയൊക്കെ തോന്നും. ഡൽഹി ആ ഏരിയയിൽ കൂടെയൊക്കെ വന്ന പോലെയുണ്ട്. ഒരു നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്ന പോലെ ഇരിക്കുന്നു. ഫുൾ അങ്ങനത്തെ സെറ്റപ്പാണ്. ഈ റൂട്ടും പോലെയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് എന്തായാലും ഇൻ്റർവ്യൂ ഇട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുക. പണ്ട് തൊട്ടേ ഉള്ള കാര്യമാണ്, ഇപ്പോഴും ഉള്ളത് തന്നെയൊക്കെയാണത്. അത് കാരണം ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നിയല്ല. ഞാൻ ഒരുമാതിരി മസിൽ പിടിച്ച പോലെ ഇരിക്കും കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ഫുള്ള് മിനിസ്ട്രി ബിൽഡിങ് അങ്ങനത്തെ സെറ്റപ്പാണ്. ഇത് ഗാലയിലേക്ക് വന്ന റൂട്ടാണ്. ഈ റൂട്ട് തന്നെ മറ്റേ സലാലയൊക്കെ പോകുന്നത്. റോഡ് മാർഗ്ഗം എനിക്ക് തോന്നുന്നു 10,000 കിലോമീറ്റർ എങ്ങാനുണ്ട്. പക്ഷേ ഈ റൂട്ടാണ് പോകുന്നതെന്നാണ് ഇതിൽ മാപ്പിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ സലാല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല. റോഡ് മാർഗ്ഗമൊക്കെ പോകാം, പക്ഷേ 10,200 അങ്ങാണ്ട് കിലോമീറ്റർ ഉണ്ട്. 1000 സംതിങ് ഏതാണ്ട് കിലോമീറ്റർ ഉണ്ട് സലാലയ്ക്ക് ഇവിടുന്ന്, നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന്. ഇത് നല്ല രസമാണ് കേട്ടോ, ലൊക്കേഷൻ കാണാൻ പോലെയാണ്. നമ്മൾ പിന്നെ ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടില്ല. ഇങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോൾ മാത്രമേ ഇതുപോലത്തെ സ്ഥലത്തേക്കൊക്കെ വന്നിട്ടുള്ളൂ. നല്ല ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ നിന്ന് അരമണിക്കൂർ ഏതാണ്ട് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് 25 അങ്ങാണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ അത്രയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ മാപ്പ് ഇടേണ്ട കാര്യം അളിയനെ അറിയാവുന്ന സ്ഥലമായതുകൊണ്ടാണ്. കണ്ടോ ഇവിടെയൊക്കെ ഫുൾ ഇതുപോലത്തെ ബിൽഡിങ്. ഇത് കണ്ടോ, അത് മസ്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കാണുന്നത്. ആ കാണുന്ന മസ്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അത് നിങ്ങൾ കാണുന്നത്.
പിന്നെ എല്ലാം വോയിസ് ഓവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് കാരണം ഒച്ച കേൾക്കും. ഈ റൂട്ട് കൊള്ളാം, നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. എനിക്കൊന്നും ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ടാണ് തന്നെ കാര്യം, അതുപോലത്തെ നല്ല രസമാണ്. പിന്നെ ഇവിടെ മറ്റേ രാവിലെ കണ്ട പോലെ തന്നെ പച്ചപ്പും ഹരിതാപയൊക്കെ ആയിട്ടുള്ള ആ രീതിയിലാണ്. കണ്ടോ ഈന്തപ്പഴത്തോട്ടം, ഈന്തപ്പഴം എന്നാണല്ലോ പറയുന്നത്, ഈന്തപ്പന തോട്ടം, അതിലാണ് ഈന്തപ്പഴം ഉണ്ടാകുന്നത്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനു മുമ്പ് അമ്പലത്തിൽ പോയ വീഡിയോ കാണുന്നത് നമ്മളെ മറ്റേ വ്ളോഗ് ചാനൽ, മസ്കറ്റ് ഫാമിലി ചാനലാണ് നിങ്ങൾ അത് കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും വരുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ആ വീഡിയോ കറക്റ്റ് സമയത്താണ് ഇടുന്നത്, കാര്യം ഇന്ന് 21-ാം തീയതിയാണ്, 21-ാം തീയതി ചൊവ്വാഴ്ച, ആഗസ്റ്റ് 21 അപ്പം ഇന്നാണ് നമ്മൾ വീഡിയോ മസ്കറ്റ് ഫാമിലിയിൽ വരും. ദേവമാൻ്റെ കൊടിയാണ് കാരണം, അപ്പോൾ അലേനത് പറഞ്ഞു തന്നാണ്. അപ്പം അതിൽ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു വരും. പക്ഷെ നമ്മുടെ ഇതിനകത്ത് ഈ വ്ളോഗ് ചാനലിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽമസ്കറ്റ് സീരീസിൻ്റെ ഒരു അടുത്ത മാസം 1-ാം തീയതി 2-ാം തീയതി വരെയുള്ള ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കോട്ട് വേണം ചിലപ്പോൾ ഇത് കുത്തിക്കയറ്റി വിടാൻ. അത് പറ്റുവാണെങ്കിൽ അങ്ങനെ വിടും, അല്ലെങ്കിൽ പതുക്കെ ആയിരിക്കും ആ വീഡിയോ വരുന്നത്. സോ രണ്ടും തമ്മിൽ ഡിഫറൻസ് തോന്നുവാണെങ്കിൽ, പിന്നെ നമ്മുടെ വ്യൂവർഷിപ്പ് എനിക്ക് തോന്നുന്നു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതിലെനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനകത്തുള്ള ആരും അങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തോന്നുവാണെങ്കിൽ ഇതാണ് ഡിഫറൻസ്. ഞാൻ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനി ഏകദേശം അരമണിക്കൂർ തിരിച്ച് യാത്രയുണ്ട്. 20-something കിലോമീറ്ററുണ്ട്. കറക്റ്റ് പറയാനായിട്ട് ഇപ്പോൾ മാപ്പ് ഇടാൻ പറ്റില്ല, കാര്യം നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് വൈഫൈ ഓണാക്കി നെറ്റിൽ കണക്ട് ചെയ്തിട്ടിട്ടാണ് പോകുന്നത്. നല്ല രസമില്ലേ ഈ റൂട്ടൊക്കെ കാണാനായിട്ട്. ഫുള്ള് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പ് മാത്രം, അവിടെ ഇവിടെയൊക്കെ പച്ചപ്പ്. പിന്നെ ഈ സൈഡിലൊക്കെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ ലെങ്ത്ത് കൂടും. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ സദ്യയൊക്കെ ഉണ്ട്, അതിൻ്റെ കുറച്ച് ഭാഗം ഇതിൽ വരും, കുറച്ച് ഭാഗം നമ്മുടെ മസ്കറ്റ് ഫാമിലി വ്ളോഗിനകത്ത് മൊത്തം വരും. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഭാഗം മാത്രമേ കാണിക്കത്തുള്ളൂ. ഇവിടെ കണ്ടോ നല്ല കാട്, ഇത് കണ്ടിട്ട് എനിക്ക് നല്ല രസം തോന്നുന്നു. അതായത് ഒരുമാതിരി ഈ കാട്ടിക്കൂടെയൊക്കെ പോകുന്ന പോലത്തെ റൂട്ട്, ഈ റൂട്ട് കൊള്ളാം, ഒരു വ്യത്യസ്തമായൊരു റൂട്ട്. പിന്നെ ഇതിൽ നല്ല രസമാണ് സലാല എന്ന് പറഞ്ഞാൽ തനി കേരളം എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നമ്മൾ പോയിട്ടില്ല, പക്ഷെ പോകണമെന്നുണ്ട് എനിക്ക്. ഞാൻ എന്തായാലും നമുക്ക് എൻ്റെ ഒരു ജോബൊക്കെ സെറ്റായി എനിക്ക് അത്യാവശ്യം ഇവിടെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും സലാലയ്ക്ക് ഒരു ട്രിപ്പ് ഇടും. അതിൻ്റെ വ്ളോഗ് എന്തായാലും വരും. ഇവിടെ കണ്ട എന്തൊക്കെയോ ചെടികൾ പൂവൊക്കെ വെച്ച് നല്ല ഡിസൈനായിട്ട് നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും മറ്റേ ഈ ഉണങ്ങി പിടിച്ചിരിക്കുന്ന മല, ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതും അത് തന്നെ, ഉണങ്ങി പിടിച്ചിരിക്കുന്ന മല. നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുന്ന് കുറേ പുല്ലൊക്കെ പിടിച്ച് നല്ല പച്ചപ്പായിട്ട് നല്ല രസമായിരിക്കും കാണാൻ. പക്ഷെ അത് കാണണമെങ്കിൽ സലാലയ്ക്ക് പോകണം. സലാല പിന്നെ ആ ഒരു ഏരിയ കുറേ ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന സലാല മാത്രമല്ല, സലാലയ്ക്ക് അടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നൊരു ബീച്ചൊക്കെ വരുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലമൊക്കെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇവിടെയൊക്കെ ഈ അടുത്ത് ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസിനകത്ത് കണ്ട് മസ്കറ്റിൽ കറങ്ങാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ. അതിൽ വരുന്ന, അല്ലെങ്കിൽ മസ്കറ്റല്ല, ഒമാനി കറങ്ങാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളിലാണ് ഈ സലാലയൊക്കെ വരുന്നത്. അവിടെ എന്തൊക്കെയോ പുരാതനമായ കുറേ ബിൽഡിങ്, പിന്നെ എന്തോ ഒരു കപ്പലൊക്കെ കിടപ്പുണ്ട്. അതെ വിദൂരതയിൽ എന്തോ വലിയ കുറേ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇവിടെ കുറേ ഇങ്ങനെ അടുക്കിനടുക്കിന് നമ്മുടെ കോളനി പോലെ ഇങ്ങനെ കുറേ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഈ റൂട്ട് എന്തായാലും നല്ല കിട്ടില്ല റൂട്ടാണ്. സോ അതുകൊണ്ട് മാത്രം ഞാൻ ഈ വ്ളോഗ് എടുത്തതേ ഉള്ളൂ. അല്ലെങ്കിലും നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ അന്നൊരു ഇൻ്റർവ്യൂവിന് പോയി, അതും ആ റൂട്ടും പോലെയാണ്. പക്ഷെ അന്ന് ഞാൻ എടുത്തില്ല, നമ്മൾ ആ ഒരു ടെൻഷൻ ഇരിക്കുന്ന കാരണം എടുക്കാൻ തോന്നില്ല. പക്ഷേ ഇന്ന് ഈ റൂട്ട് കണ്ടുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. കണ്ടത് ഈ ഒരു സ്ഥലം നോക്ക്, നല്ല രസമില്ല. രണ്ട് സൈഡിൽ കാട്, പിന്നെ കുന്ന്, മല, ഇതുപോലത്തെ സ്ഥലങ്ങളാണ് ഈ പോണ റൂട്ട് ഫുള്ള് കാണാനായിട്ട്. എത്ര എടുക്കേണ്ട ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ച് എനിക്ക് തോന്നുന്നു ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ എടുത്ത് നോക്കിയിട്ട് നല്ല ലെങ്ത്ത് വരാൻ സാധ്യതയുണ്ട്. കണ്ട അവിടെയൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്, പിന്നെ ഇവിടെ ഈന്തപ്പന തോട്ടം, അതുപോലെ മല, കുന്ന്. വണ്ടി പിന്നെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കണം. 120-120-120 പോയിക്കൊണ്ടിരിക്കണം. ഇപ്പം 80 പോയിക്കൊണ്ടിരിക്കണം. പക്ഷേ നേരത്തെ 100-120 വന്നുകൊണ്ടിരുന്നത്. ഇവിടുത്തെ സ്പീഡ് പിന്നെ അതാണല്ലോ സ്പീഡ് ലിമിറ്റ്. 120 സ്പീഡ് ലിമിറ്റ്. 120 അങ്ങനെ ഏതാണ്ടൊക്കെ സ്പീഡ് ലിമിറ്റ് ഉള്ളത്. 100 മേളിലേക്കാണ് എന്തായാലും വണ്ടി ഇവിടെ എല്ലാം ഓടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ മറ്റേ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഈ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ വണ്ടിയൊക്കെ പറന്ന് തെറിച്ചൊക്കെ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ഒരു വണ്ടി വട്ടം ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നാട്ടിലെ പ്രശ്നമാണ് ചെറിയ സ്പീഡിൽ പോയിട്ട് തന്നെ എല്ലാം ഇടിച്ച് മറ്റേ വെള്ളം കയറിക്കൊണ്ടിരിക്കുക.
പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ സ്ട്രിക്റ്റാണ്, റൂൾ കറക്റ്റായിട്ട് പാലിച്ച് വേണം പോകാൻ. ഒരു ലൈനിൽ നിന്ന് അടുത്ത ലൈൻ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന ലൈനിൽ നിന്ന് മറ്റേ ലൈനിലോട്ട് കയറണമെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടിയൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചാടി കയറി പോകാൻ. അല്ലാണ്ട് നമുക്ക് തോന്നിവാസമൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കണ്ടതേ അവിടെ ഒരു മസ്താങ് വന്നുകൊണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതേ ഈ ദൂരത്തിൽ വലിയൊരു മല, പിന്നെ അവിടെ എന്തോ ഒരു വലിയ റോഡ് പോകുന്നുണ്ട്, അവിടെ എന്തോ ഒരു ഫാക്ടറി കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ എന്തോ ഒരു കാടും കുന്നും മല. പിന്നെ ഈ ക്യാമറ നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, നല്ല വെയിലുമുണ്ട്. ഏകദേശം 1:30 ആയി വരുന്നുണ്ട്. നമ്മളൊരു 11:45 അവിടെ നിന്ന് ഇറങ്ങിയത്. 11:45 അവിടെ ചെന്ന് കുറച്ച് നേരം ആ പുള്ളിയായിട്ട് സംസാരിച്ച്, പിന്നെ അവിടെ ഇരുന്നൊരു മലയാളിയായിരുന്നു, അപ്പോൾ ആളോട് സംസാരിച്ചുകൊണ്ട് ആളാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. സോ അതും കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പോകണം. ഇനി വീട്ടിൽ പോയിട്ട് നമ്മുടെ സദ്യയും കഴിച്ച് അവിടുത്തെ കുറച്ച് വീഡിയോയും കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് സബ് ചെയ്ത് വെക്കുക. ഇതിൽ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോകും. കാര്യം അതിൽ ഓൾറെഡി എന്തായാലും ഇന്ന് വൈകിട്ടത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും മലയും ഇവിടെ ഇങ്ങനെ കുറേ ഇതുപോലെ ഈ ഉണക്കമലകളുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, ഇനി ഈ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടോ? ഇത് കണ്ടോ, നിറയെ ഇതൊരു ഫ്ലൈ ഓവറിൻ്റെ മേളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ സൈഡിൽ കാണുകയാണെങ്കിൽ കുറേ ഫ്ലാറ്റ് പോലത്തെ സ്ഥലങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെ ജോലി, നമ്മളിപ്പോൾ പോയെടുത്ത് ജോലി കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ സൈറ്റ് വർക്കും, അവരാദ്യം പറഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പ് സെറ്റപ്പ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ സൈറ്റ് വർക്കായിരിക്കും. സൈറ്റ് വർക്ക് ആണെങ്കിൽ നമുക്കും പോകേണ്ടി വരും. അങ്ങനെയാണ് പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാൻ തരും. നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ തറവാട് റിസോർട്ടായ നെസ്റ്റോയിലേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നെസ്റ്റോ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഷോർട്ട് വ്ലോഗൊക്കെ വന്ന ശേഷം പിന്നെ നെസ്റ്റോ കുറച്ചായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവർ പോകുന്നുണ്ട്, ഞാൻ പിന്നെ പോകാത്ത എന്താണെന്ന് വെച്ച് കണ്ട് മടുത്ത്. ഞാൻ ഇപ്പോഴും ഈ നെസ്റ്റോ പോകണമെന്ന് പറഞ്ഞ് എനിക്ക് തന്നെ ബോറടിച്ച്. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. മെയിനായിട്ട് ഇതിനിടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് സാധനം മേടിക്കുന്നത്. ഈ സാധനം കണ്ടിട്ടുണ്ടോ, ഓമാൻ ചിപ്സ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ചിപ്സാണ്. ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ചൊവ ചെയ്ത് ഇവിടുത്തെ മറ്റേ ഫ്ലേവറൊക്കെ ആഡ് ചെയ്ത്, ഇവിടുത്തെ മസാല ഫ്ലേവർ ആഡ് ചെയ്തൊരു സാധനമാണ്. കഴിക്കാനൊരു വെറൈറ്റി ചൊവയത്. എന്ത് ചൊവ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇവർ ഈ ചേച്ചി അത് മേടിച്ച് കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇതേ വീട്ടിലേക്ക് നടക്കും. അപ്പോൾ ഇവിടെ വെയിലായതുകൊണ്ട് അളിയൻ അവിടെ ദൂരത്ത് വണ്ടി ഇട്ടിട്ട് നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൂമിലേക്ക് പോവാണ്. പിന്നെ ഔട്ട്രോ വരുമ്പോൾ ഒരു വ്യത്യാസം ചിലപ്പോൾ കാണും. നമുക്ക് ആ സദ്യൻ്റെ ഇതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അവരുണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം എനിക്ക്. എന്നിട്ട് വേണം എനിക്ക് ഔട്ട്രോ എടുക്കാൻ. നല്ല വെയിലുണ്ടാകും. നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും സദ്യയും പരിപാടി എല്ലാം റെഡിയായി. ഇപ്പോൾ പപ്പടം, പരിപ്പ്, പിന്നെ അവിയൽ, ക്യാബേജ് തോരൻ, ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. ചെറിയൊരു സദ്യയാണ്, പ്ലേറ്റിലാണ് കഴിക്കുന്നത്. സാധാരണ ഇലയിലാണ് സദ്യ കഴിക്കുന്നത്. പക്ഷേ ഇലയിൽ നിന്നും വെട്ടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടും ഇലയിൽ നിന്നും കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ടും നമ്മൾ പ്ലേറ്റിൽ കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു പായസമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പെറുക്കി എടുത്ത വ്ളോഗുണ്ട്. അതെന്തായാലും നമ്മളെ വ്ളോഗ് ചാനലിൽ വരും, അതായത് അൽമസ്കറ്റ് ഫാമിലി വരും. ഞാനിപ്പോൾ കഴിക്കുന്നതും അത് കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ എന്തായാലും വന്നപ്പോൾ തന്നെ ഔട്ട്രോക്കെ എടുത്ത് സെറ്റായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കഴിക്കുന്ന കാര്യം ഞാൻ എടുക്കാൻ മറന്നുപോയിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുക, പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എടുത്തത് അളിയൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കണം, ചേച്ചി അവിടെ കൊടുക്കണം, കുഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് ചോറ് കൊടുത്തൊരു വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അതെന്തായാലും നമ്മുടെ വ്ളോഗ് ചാനലിൽ വരും, അൽമസ്കറ്റ് ഫാമിലി വ്ളോഗിൽ. ഇതിൽ ജസ്റ്റ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടും അതായിട്ടാണ്. അപ്പോൾ 3 വ്ളോഗുണ്ട്. ഒന്ന് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയത്, പിന്നെ ഇൻ്റർവ്യൂവിന് പോയത് ഇതിനകത്ത് വരും, അത് കഴിഞ്ഞിട്ടുള്ളതും ഫാമിലി വ്ളോഗിൽ വരും. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സദ്യ കഴിച്ച് ഞാൻ പിന്നെ മറ്റേ നമ്മുടെ സ്റ്റിക്കുണ്ട്, നമ്മുടെ സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ഹോൾഡർ എന്ന് വേണേൽ പറയാം. അതെടുത്തിട്ട് ഇതുവരെ അതിൽ വെച്ച് വ്ളോഗ് ചെയ്തിട്ടില്ല. അതെടുത്തിട്ട് ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ഇരുന്നൊന്ന് വ്ളോഗ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്കത് ശീലം ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ കൈ പിടിച്ചുള്ള ശീലം കാരണം ഇത് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇരയും വിഴുങ്ങി ഞങ്ങൾ രണ്ടും പായസം കുടിച്ചുകൊണ്ടിരിക്കുക. ചേച്ചി കുടിച്ചുകൊണ്ടിരിക്കണം, ഞാൻ കുടിക്കാൻ പോകണം. എനിക്ക് പിന്നെ ആ സാധനത്തിൽ പിടിച്ച് തിരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പായസം താഴെ വെച്ചത്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വരാം. ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ഔട്ട്രോ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടാണ് ഔട്ട്രോ എടുത്തത്. സോ ഇതൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗ്. മറ്റതെല്ലാം ഫാമിലി വ്ളോഗിൽ വരും. നിങ്ങളപ്പോൾ അത് സബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിപ്പോൾ കാണുക, നമ്മൾ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്ര വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ. പിന്നെ നല്ല ചൂടുണ്ടെന്നൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ.